ഹായ് ഗായ്സ്, എല്ലാവർക്കും ഓൾഡ് സ്കൂൾ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കുറച്ച് സീരിയസ് ടോപ്പിക്കാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ അതൊരു ഒരു ഡാർക്ക്, നമുക്ക് കാണുമ്പോൾ ഒരു ഡാർക്ക് ഏരിയയാണ് പറയാൻ. നമ്മള് റീസെന്റ് ആയിട്ട് നമ്മുടെ ഈഗിളിന്റെ ഒരു സംഭവം കണ്ട, ഈഗിൾ ടെലഗ്രാമിനെ കുറിച്ച് പറയുന്ന ഒരു സംഭവം കണ്ട. അത് കേട്ടപ്പോ നമുക്കത് ആക്ച്വലി അത് ഡിസ്കസ് ചെയ്യേണ്ട സാധനമാണെന്ന് തോന്നി. അതെ, ഡിസ്കസ് ചെയ്യേണ്ട സാധനമാണ്. അത് അങ്ങനെ അധികം ആരും ഡിസ്കസ് ചെയ്യുന്നുമില്ല. അപ്പൊ അത് എന്തായാലും ഒരു ആൾക്കാരും കൂടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണെന്ന് തോന്നി. അതാണ് നമ്മൾ ഇങ്ങനെ ഒരു സംഭവം എടുത്തത്. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈഗിള് പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ, ടെലഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ വഴി ഈ ടീനേജേഴ്സ് ഈ പോൺ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങള് ക്രിയേറ്റ് ചെയ്യുന്നു, സ്പ്രെഡ് ചെയ്യുന്നു. അപ്പൊ അത് ഭയങ്കര ഒരു എന്താ ഒരു പാനിക് സിറ്റുവേഷൻ പോലെയാണ് പുള്ളി പറഞ്ഞത്. അത് സീരിയസ് ആണ്. അപ്പൊ അതിൽ ഈ അവര് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ഈ അൺനാച്ചുറൽ സെക്സ് ആയിട്ടുള്ള ഈ ഇൻസെസ്റ്റ്, റേപ്പ് ക്രൈമുകള്, അതേപോലത്തെ ഈ ചൈൽഡ് പോണോഗ്രഫി, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇതിൽ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ അത് സോഷ്യൽ മീഡിയ, ടെലഗ്രാം മാത്രമല്ല, സോഷ്യൽ മീഡിയ തന്നെ ഇപ്പം റെഡിറ്റ് ഉണ്ട്, വാട്സാപ്പ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിലും, അതെ, ഇതിലൊക്കെ മെയിൻ ആയിട്ടുണ്ടെന്നാ പറയുന്നത്. പക്ഷെ ടെലഗ്രാമാണ് കുറച്ചുകൂടെ ആൾക്കാർ ഇത് സ്പ്രെഡ് ചെയ്യാനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. ആൾക്കാരെല്ലാരും എന്തായാലും ഒരു ഇതിന് വേണ്ടിട്ട് എല്ലാവരും കളക്റ്റീവ്ലി ഫോം ചാനൽസ് ഉണ്ടല്ലോ അതിനകത്ത്. അതെ, അത് വരുന്നത് ടെലഗ്രാമിലാണ് എന്നാണ് പറയുന്നത്. കാര്യം അനോണിമിറ്റി കൂടുതൽ ടെലഗ്രാമിലാണെന്ന് തോന്നുന്നു. അത് എനിക്ക് തോന്നുന്നു നമ്പർ ഒന്നും വാട്സാപ്പ് പോലെ നമ്പർ വിസിബിൾ അല്ലല്ലോ. എനിക്ക് തോന്നുന്നു സൈൻ ഇൻ ചെയ്യണതിന് നമ്പറൊക്കെ വേണം. പിന്നീട് നമ്പറിന്റെ യൂസ് ആൾക്കാർക്ക് നമുക്ക് കാണുമ്പോഴേ ഈ പ്രൊഫൈൽ അതറിയാൻ പറ്റില്ല. പിന്നെ കുറച്ചുകൂടെ പ്രൈവസി കൂടുതലുണ്ടെന്നൊക്കെ. അല്ല, അത് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഈ മറ്റേ വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും അവരൊക്കെ ആണെങ്കിൽ ഈ ഗവൺമെന്റ് പോയി ചോദിച്ചാൽ അവർ കൊടുക്കും ഇൻഫർമേഷൻ. ഇത് അങ്ങനെ റെഡിറ്റും കൊടുക്കും, ഇൻഫർമേഷൻ കൊടുക്കും. ഇത് കുറച്ചുകൂടെ പാടാണെന്നാണ് കേട്ടിട്ടുള്ളത്, കിട്ടാൻ പാടാണെന്നാണ് തോന്നുന്നത്. അതാണ് ഇവര് ഇത് യൂസ് ചെയ്യുന്നത്. ഇതിൽ മെയിൻ ആയിട്ട് ഫസ്റ്റ് പറയുന്ന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, AI യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സംഭവത്തിന്റെ കാര്യമാണ് പറയുന്നത്. ഈ മെയിൻ ആയിട്ട് സെലിബ്രിറ്റീസിന്റെ കൂടെ നമ്മളെ പണ്ടും ഉണ്ടായിരുന്ന ഈ മോർഫിംഗ് എന്ന് പറഞ്ഞ സംഭവം, അതിന്റെ AI വെർഷനാണ് ഇപ്പം കൂടുതൽ. AI കൂടെ ആയതുകൊണ്ട് ഭയങ്കര ഈസി അത് ക്രിയേറ്റ് ചെയ്യാൻ കുറച്ചുകൂടി. നമ്മൾ ഈ ഷോർട്സിലൊക്കെ തന്നെ മറ്റേ സിനിമാ നടന്മാരുടെയൊക്കെ അവര് ആൾട്ടർനേറ്റ് സ്റ്റോറി ഉണ്ടാക്കും. സിനിമയിൽ വേറെ സ്റ്റോറി ആയിരിക്കും, ഇത് വേറെ, ഇവർ രണ്ടുപേരും മോം വെച്ചിട്ട് വേറെ എന്തെങ്കിലും സ്റ്റോറിയൊക്കെ ഉണ്ടാക്കി. അതേപോലെ ഇത് പക്ഷെ ഒരു പോൺ വേർഷൻ അങ്ങനെ ഇറക്കും. അത് പൈസക്കാണ് ഇവര് സെല് ചെയ്യുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അത് കുറച്ച് സീരിയസ് ആയിട്ട്, അതും കുറച്ച് ടീനേജ് ആയിട്ടുള്ള ഇൻവോൾവ് ആയിരിക്കുന്ന ആൾക്കാർ ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് ടീനേജ് ആയിട്ട് 15 അല്ലെങ്കിൽ 18 വയസ്സിന് താഴെയുള്ള മൈനേഴ്സ് ആണ് ഇത് കൂടുതൽ ഇതെന്ന് വെച്ചാൽ വിൽക്കാൻ വെക്കുന്നതും ഇത്ര രൂപ കൊടുത്താൽ ഇത്ര വീഡിയോ ചെയ്യുന്നതും മൈനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാ. അതാണ് കുറച്ചും കൂടെ അലാമിങ് സിറ്റുവേഷൻ. ഇവര് വളർന്നു വരുമ്പോൾ ഇവർ എങ്ങനെ ഈ സമൂഹത്തിൽ എങ്ങനെ ഇതാവും, ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. പിന്നുള്ള അതിനു മുമ്പ് തന്നെ ഒരു ഭീഷണി പോലെ അവര് തമ്മിൽ സംസാരിക്കുന്ന ഒരു സാധനം ഈഗിള് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കുഞ്ഞിനെ കൊല്ലും, ഭാര്യയെ കൊല്ലും, അങ്ങനത്തെ രീതിയിലുള്ള ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ഇത് ഇതിന് മുന്നേ റിലീസ് ചെയ്തത്. ഇവരല്ല വേറൊരാള്. അതൊക്കെ എന്ന് വെച്ചാൽ റോഡിൽ എവിടെ കണ്ടാലും കഴുത്തെടുത്തിട്ട് പോവാ, അങ്ങനത്തെ രീതിയിലുള്ള ഒരു അത്രയും ഒരു എനിമിറ്റി ആയിട്ട് രീതിയിൽ. പിന്നെ കൊച്ചു ഒരു 10 മാസം ആയ ഒരു പ്രായമുള്ള ഒരു കുഞ്ഞിനെ പറ്റി പറയുന്നു. അങ്ങനത്തെ രീതിയിൽ ഒരു എമ്പതി ഇല്ലാതെ അങ്ങ് സംസാരിക്കുകയാണ്. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു പേടിയാവും. ഇന്റർനെറ്റ് എന്ന് പറയുമ്പോൾ ഒരു പണ്ട് ഇപ്പൊ ഈ നമ്മുടെ ഫിസിക്കൽ വേൾഡിൽ ചെയ്യാൻ പറ്റാത്ത കുറെ സാധനങ്ങൾ ഈ ഇന്റർനെറ്റില്, ഐ മീൻ ഒരു ഡിജിറ്റൽ വേൾഡിൽ കുറെ പേര് വന്നിട്ട് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇപ്പം എനിക്ക് തോന്നുന്നു ഉല്ലാസിന്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ, ഇപ്പം ആൾക്കാരെടുത്ത് സംസാരിക്കുമ്പം ഇപ്പൊ ഈ അപ്പം മറുപടി പറഞ്ഞതിന് പകരം വീട്ടിൽ ചെന്ന് കണ്ണാടിയിൽ നീ മറുപടി പറയാറുണ്ട് പണ്ട്. അപ്പൊ അതേപോലത്തെ ചിലരുണ്ട് ഈ ഫിസിക്കൽ വേൾഡില് ചെയ്യാൻ പറ്റൂല. പക്ഷെ അവര് പോയി നേരെ ആൾട്ടർനേറ്റീവ് ആയിട്ട് ഈ ഡിജിറ്റൽ വേൾഡിലായിരിക്കും ഇങ്ങനെ എക്സ്പ്രസ് ഒക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഇതുണ്ട്, അവർക്കൊരു സേഫ് ആണെന്നൊരു ഫീൽ ഉണ്ട്. കാര്യം അനോണിമിറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. നമ്മൾ ആരാണെന്ന് നമ്മുടെ പേരറിയില്ല, നമ്മുടെ ഇതറിയില്ല, നമ്മൾ ഇടുന്ന പേരായിരിക്കും അവർ അറിയുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കമന്റ് ഒക്കെ ചിലര് ഹേറ്റ് കമന്റ് ഒക്കെ ഇടാറില്ല. അപ്പൊ അതില്
അവർക്ക് പേര് കാണൂല, ആ. അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ തന്നെ പേര് കാണൂല. ഇങ്ങനെ ചുമ്മാ അടിച്ചു വിടുക എന്നുള്ളത് ചിലരെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോറി തന്നെ മീൻ ഒരു 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 വല്ലാത്തൊരു സാധനം തന്നെ അടിച്ചങ്ങ് ചുമ്മാ ഇറക്കും. ഷെയർ ആ ചെയ്യുക. അതങ്ങ് അടിച്ചിറങ്ങും, പിന്നെ നമ്മൾ അവസാനം അന്തം വിട്ടു പോകും. പക്ഷെ അവര് അവർക്കൊരു വിചാരിച്ച് സുഖം. അല്ല അവര് സേഫ് ആണെന്നായിരിക്കും ചിലപ്പോ വിചാരിച്ചിരിക്കുന്നത്, ഇങ്ങനെ ഇതില് നമ്മളെ കണ്ടുപിടിക്കത്തില്ല. അത് ചിലർക്ക് ഈ വിസിബിളി ഡിസ്കംഫർട്ട് ആക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. നമ്മളിപ്പം ലൈവോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പൊ ഈ ഇവരുടെ അടുത്ത് എന്തെങ്കിലും ഒരു സാധനം ഒരു റോങ് സാധനങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് അവരെ വിസിബിളി ഡിസ്കംഫർട്ട് ആക്കുക. ഞാൻ കാരണം അവിടെ ഒരു ഇമ്പാക്ട് ഉണ്ടായി, എനിക്കൊരു അറ്റൻഷൻ കിട്ടി എന്നുള്ളൊരു ആ ഒരു ഒരു ഉന്മാദം ഉണ്ടല്ലോ, അത് അങ്ങനത്തെ കിക്ക് കിട്ടണ കുറെ ഇതുണ്ട്. ഇപ്പൊ പറഞ്ഞു വന്നാൽ അതും സേഫ് അല്ല, നമുക്ക് വേണമെങ്കിൽ ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ ഇവരെ. കണ്ടുപിടിക്കാം, പക്ഷെ അവര് പുറത്താണ് എങ്കിൽ അതൊക്കെ പാടാണ്. പുറത്ത് നിന്നാണ് ചെയ്യണമെങ്കിൽ, ഇന്ത്യക്ക് പുറത്താണെങ്കിൽ അതൊക്കെ പ്രാക്ടിക്കലി അതിന്റെ പിറകെ പോയി കണ്ടുപിടിക്കാൻ പാടാ. അതിന്റെയൊക്കെ ഒരു ധൈര്യം ഉണ്ട്. പിന്നെ ഇവിടുത്തെ കേസിലാണെങ്കിൽ ഇവിടെ കൂടുതലും മൈനേഴ്സ് ആയിട്ടുള്ള കുട്ടികളാണ്. പിന്നെ അതിന്റെ തീവ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻസെസ്റ്റ് രീതിയിലുള്ള സാധനങ്ങളാണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് സ്വന്തം അമ്മയുടെ ഫോട്ടോസ് അല്ലെങ്കിൽ അങ്ങനത്തെ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിക്കപ്പോഴും വലിയ ആക്ട്രസോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള സാധനങ്ങളായിരുന്നു, ഈ സെലിബ്രിറ്റീസിന്റെ രീതിയിലുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു കുറച്ച് നാൾ മുന്നേയൊക്കെ. അതെ, ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് അതിലവൻ പറയുന്നുണ്ട്, കുറെ 2-3 ഗ്രൂപ്പിന്റെ പേരൊക്കെ പറയണം, കാണുമ്പോ തന്നെ നമുക്കൊരു ഡിസ്കംഫർട്ട് ആവും. എന്നുവെച്ചാൽ വീട്ടിലുള്ളവരുടെ ഒക്കെ എടുത്തിടുന്നു, കൂടെയുള്ളവരുടെ സാധനങ്ങൾ എടുത്തിരുന്നു, ഫ്രണ്ട്സിന്റെ അങ്ങനെയൊക്കെ പിന്നെ റാൻഡമായിട്ട് കാണുന്ന ആൾക്കാരുടെ ഫോട്ടോസ് എടുത്ത് അത് സെക്ഷലൈസ് ചെയ്തിട്ടുള്ള ആംഗിളുള്ള ഫോട്ടോസ് ഇടുന്നു. എന്ന് വെച്ചാൽ ഒരു എമ്പതിയും ഇല്ലാതെ, അത് മൈനറായിട്ടുള്ള ആൾക്കാർ ഒരു എമ്പതി ഒന്നുമില്ലാതെ ഇടയാണ്. അത് ഇങ്ങനെ അതിലോട്ട് ഇങ്ങനെ ആലോചിക്കുമ്പോഴ് ഭയങ്കര ഒരു എന്താ പറയണ്ട, ഒരു ടെറിഫയിങ് ആണ്. അത് ഇങ്ങോട്ടാണ് ഇത് ഭയങ്കര ഡാർക്കായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അത് പറയാൻ തന്നെ ഒരുമാതിരിയാ. കുറെ സാധനങ്ങള് വീട്ടിലുള്ളവരെ ഒരു ടൈപ്പ് ഓഫ് പെർവേർഷൻ പോലെയാണ് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതില് കുറച്ച് നാൾ കഴിയുമ്പം പിന്നെ ഇത് മോണിറ്ററി, ഇപ്പം എന്തൊക്കെ വന്നാലും ഇതില് പിന്നെ കുറെ ഈ ഒരു സപ്ലൈ ആ സാധനം ഒരു എക്കണോമിക്കൽ വരും, ഒരു മോണിറ്ററി സാധനം വരും. എന്തൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും മോണിറ്ററി സാധനം വരും. അതിലാണെന്ന് തോന്നുന്നു ഈ കുറെ പയ്യന്മാര് ഇങ്ങനെ ഫോട്ടോസ് അയച്ചു തന്നാൽ ഇത്ര പൈസ ചെയ്തു കൊടുക്കും എന്നൊക്കെ പറഞ്ഞു. പിന്നീട് അതൊരു വേറൊരു ടൈപ്പ് ഓഫ് രീതിയിലോട്ടാണ് അങ്ങ് പോവുക. അല്ല, ഇതില് ഇവര് എനിക്ക് തോന്നുന്നു പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു സാധനത്തിൽ വേണം ഈ സാധനം ചെയ്തോളൂ. പക്ഷെ ഇതൊരു ക്രൈമാണ് എന്നുള്ള സാധനം ഇവര് മനസ്സിലാക്കാതെ ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയാം. എനിക്ക് തോന്നുന്നു ആദ്യമൊക്കെ ഇതിൽ വരുന്നത് കുറച്ചൊക്കെ ഈ എന്തോ പുതിയ ഇത് എന്തെങ്കിലും കിട്ടും എന്നുള്ള രീതിയിലൊക്കെ ഈ പിള്ളേരുടെ ഈ 15 വയസ്സ് അങ്ങനെ ആ ഒരു ടീനേജേഴ്സ് എന്ന് പറയുന്ന ആ സമയത്ത് ഇപ്പൊ എമ്പതി അതിനെക്കാട്ടി ഭയങ്കര ക്യൂരിയോസിറ്റി കൂടുതലാണ്. എന്താണ് സാധനം, അവർക്ക് ചിലപ്പം ഇതൊക്കെ പ്രോപ്പറായിട്ട് അറിയാനുള്ളൊരു ഇത് കാണൂല, ഒരു എൻവയോൺമെന്റും ആയിരിക്കൂല. ഇപ്പൊ ഒരാൾക്ക് ഇപ്പൊ ഒരു നമുക്ക് പറയാൻ പറ്റില്ല 18 വയസ്സിലെ ഒരാൾക്ക് പ്രായപൂർത്തിയാവുമെന്നും പറയാൻ പറ്റില്ല, ചെറിയ പ്രായത്തിലും ആവാം. പക്ഷെ ആ ഒരു പ്രായത്തിൽ എനിക്ക് ഇങ്ങനെ ഒരാളടുത്ത് എനിക്ക് ഇങ്ങനെ ഫിസിക്കലി ഒരു അട്രാക്ഷൻ ഇത് തോന്നുന്നുണ്ട്. അത് അങ്ങനെ എത്ര പേർക്ക് വീട്ടിലൊക്കെ ചെന്ന് പറയാൻ പറ്റും. അതൊക്കെ ആൾക്കാർ ഭയങ്കര ഒരു സ്ലക്ഷയും പോലെയൊക്കെ ചിലപ്പം ചെയ്തു കളയും. ഇപ്പൊ കൊച്ചു പിള്ളേരെയൊക്കെ ആണെങ്കിൽ നീ ഇത്ര ചെറിയ പ്രായത്തിൽ ഇതൊക്കെ അങ്ങനത്തെ രീതിയിലൊക്കെ വല്ലാത്ത രീതിയിൽ അങ്ങ് സ്ലക്ഷയും തന്നെ ചെയ്തു. അപ്പൊ ആ ഒരു ഏജ് ഗ്രൂപ്പ് ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു ക്ലോസ്ഡ് ഇതിലാണ് നിൽക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഇവര് ആൾട്ടർനേറ്റീവായിട്ട് ഇങ്ങനത്തെ സാധനങ്ങളിലേക്കൊക്കെ എങ്ങനെയെങ്കിലും എത്തിപ്പെടാം. ഇപ്പം ഇന്റർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നതും നമുക്ക് ഫിസിക്കൽ വേൾഡിനെക്കാട്ടിയും വേറൊരു സ്പേസ് ആണ് വെർച്വൽ വേൾഡ് എന്ന്. അതിന് അനന്തമായിട്ടുള്ള സാധ്യതകൾ നമുക്ക് എന്തുവാണെങ്കിലും തപ്പി പോകാൻ പറ്റും. അത് അപ്പൊ ആ ഒരു രീതിയിൽ ചിലപ്പോ കുറെ ആൾക്കാർ അങ്ങ് പോകും. അതെന്ന് വെച്ചാൽ ഒരു സാധനം തേടി പോകുമ്പോ അതിന്റെ അപ്പുറത്ത് ഈ ഒരു ഇത് കിടക്കണം, ഇതിന്റെ അപ്പുറത്ത് ആ ഒരു സാധനം കിടക്കണം. പക്ഷെ ഇത് അവര് മോണിറ്റൈസ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ വിൽക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ അത് വാങ്ങാനും ആൾക്കാരുണ്ട്.
മനസ്സിലായില്ലേ? ഇത് വാങ്ങാൻ ആൾക്കാരുള്ളാകുമ്പോ ഇവർക്കൊരു എൻകറേജ്മെന്റ് ആണ്. ഇവർക്ക് റിവാർഡ് കിട്ടുകയാണ്. റിവാർഡ് കിട്ടുമ്പോഴ് ഇവർക്ക് പിടിക്കപ്പെടുന്നുമില്ല, ആരും അറിയുന്നുമില്ല, ഈസി മണി ആയിട്ട് മാറുന്നു. അപ്പോഴ് അവർ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. ഇത് മറ്റേ കൊട്ടേഷൻ പോലെ, ഇത്ര ഫോട്ടോ ഇവരെ ഇത് ചെയ്തു തന്ന എത്ര രൂപ തരാം, അങ്ങനത്തെ രീതിയിൽ ഒരു ഫീസ് വാങ്ങിച്ചിട്ട് ഇത് ചെയ്യുന്നു. ഇനി ഇത് പണ്ടാണെങ്കിൽ പണ്ടുള്ള ചെയ്യണമെങ്കിൽ അതിനുള്ള നോളജ് വേണം. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മോർഫിംഗ് കണ്ടാലും മനസ്സിലാവുകയും ചെയ്യും, അങ്ങനത്തെ രീതിയിലായിരുന്നു. ഇപ്പൊ പിന്നെ അതല്ലല്ലോ. ഇപ്പൊ നമുക്ക് ഒരു സംശയം വരും, ഇതാണോ അല്ലയോ വെച്ച് തന്നെ നമുക്ക് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ അത് ക്രിയേറ്റ് ആക്കി. ഇത് പ്രോംപ്റ്റ് ഒക്കെ യൂസ് ചെയ്യാൻ അറിയാന്നുള്ള അത്രയും നോളേജ് ഉള്ള ആൾക്കല്ലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴത് ഇതിലോട്ട് ഉപയോഗിക്കുകയാണ്. ഇതിലോട്ട് ഉപയോഗിച്ചിട്ട് ഇത് അഫക്റ്റഡ് ആവണ ആൾക്കാർ ഇത് കാണുമ്പോൾ ഇത് ഒറിജിനൽ പോലെ ഇരിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു മാനസിക വിഷമമൊന്നും ഇവർക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഇപ്പൊ ഈഗിളിന്റെ കാര്യത്തിൽ ഈഗിൾ അനുഭവിച്ച് ആ ഒരു സാധനം അനുഭവിച്ചതിന് ശേഷമാണ് ഇതായിരുന്നു തപ്പിപ്പിടിച്ച് പോയത്. അതെ അതെ, എന്ന് വെച്ചാൽ അഫക്റ്റഡ് ആയി. ഓപ്പറേഷൻ ജാവയിലെ അതില് വിനായകന്റെ ക്യാരക്ടറും വിനായകന്റെ വൈഫും ഇതേപോലെ വീഡിയോ സർക്കുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പുള്ളിക്കാരന്റെ മോക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ പോലീസുകാരൻ ചോദിക്കും, പോലീസുകാരൻ നിന്റെ വൈഫ് ചിലപ്പോ പോയി കാണുമെന്ന് പറയും. അങ്ങനത്തെ രീതിയിൽ ഇങ്ങനെ ഐ മീൻ അപ്പൊ ആൾക്കാരും അങ്ങനത്തെ രീതിയിൽ പിന്നെ കാണാൻ തുടങ്ങും. ഈ അത്ര ഒറിജിനൽ ആയിട്ടായിരിക്കും അവര് ഉണ്ടാക്കുന്നത്. നമുക്ക് അത്രയും ഒറിജിനാലിറ്റി ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് ഗോഡ് ഫാദറിന്റെ ഒരു ഡീപ് ഫേക്ക് ഇറങ്ങിയല്ലേ, മോഹൻലാലിനെ മമ്മൂട്ടിയെ വെച്ച്. അതേപോലെ അല്ലല്ലോ ഇപ്പോഴും. അത് കുറച്ചെങ്കിലും ഒരു മനസ്സിലാവുമല്ലോ, ഒരു ഫ്ലോസ് ഒരുപാട് ഉണ്ടായിരുന്നു. ചില മറ്റേ ഈ CCTV ഫുട്ടേജ് എന്നും പറഞ്ഞിട്ടൊക്കെ വരും, മറ്റേ ഒറിജിനൽ ആണെന്ന് പറയൂ. അതുകൊണ്ട് അത്രയും ഡേഞ്ചറസാ AI എന്ന് പറയാൻ. അല്ല, സാധ്യതയുണ്ട്, പക്ഷെ ഇതേപോലത്തെ ഡേഞ്ചറസും ആണ്. ഒറിജിനലാണ് ഇപ്പം തെളിവ്, ഇപ്പൊ ഒരു CCTV ഫുട്ടേജ് ആണ് ഇപ്പോഴത്തെ ഒരു തെളിവും കാര്യങ്ങളും. അത് അത്രയും ഒറിജിനലായിട്ട് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ജെന്യൂൻ ആയിട്ടുള്ള കേസിന് ക്രെഡിബിലിറ്റി പിന്നീട് ആകുമ്പോഴും പോകൂലേ. ഇനി അങ്ങോട്ട് അങ്ങനെയാണല്ലോ എനിക്ക് തോന്നുന്നു. പക്ഷെ കേസിന്റെ ഇതിലൊക്കെ ആണെങ്കിൽ ചിലപ്പം അതിന്റെ ഈ ബാക്ക് എൻഡ് ഒക്കെ നോക്കാൻ പറ്റും. പക്ഷെ ഈ ഒരു നമുക്കൊരു പ്രൊപ്പഗാൻഡയോ അല്ലെങ്കിൽ നമുക്കൊരു ഫാൾസ് ഇൻഫർമേഷൻ ഈ നാട്ടുകാർക്ക് അടിച്ചിറക്കാനേ അത് മതി. ഇപ്പൊ നമ്മള് ഇപ്പൊ ഏതെങ്കിലും ഒരു ഫോട്ടോ വെച്ചിട്ട് അത് നാട്ടുകാരുടെ മുന്നിൽ ഇങ്ങനെ ഒരു സാധനം ഇറക്കി കഴിഞ്ഞാൽ നമുക്കത് പേരായി. പിന്നീട് നമ്മൾ അല്ലെന്ന് തെളിയിക്കാനും പിന്നെ കുറെ ടൈം എടുക്കേണ്ടി വരും. അല്ലെന്ന് തെളിയിക്കുമ്പോഴേ എത്ര നാട്ടുകാർ വിശ്വസിക്കും. കഥകളെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഇതാണ്. ആൾക്കാർക്ക് ഇപ്പോ സത്യമാണോ ഒറിജിനലാണോ, ഐ മീൻ സത്യമാണോന്നൊന്നും അറിയണ്ട, കേൾക്കാൻ രസമുള്ള കഥയാണ് അവരതേ വിശ്വസിക്കും. പണ്ട് ആൾക്കാർ ഗോസിപ്പൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണത് ഏതാണ്ട് അതുപോലെയാണ്. പിന്നെ ഇത് വിശ്വസിക്കണ മാത്രമല്ല, പക്ഷെ ഇത് കാണുമ്പോ ഉണ്ടാവുന്ന നമ്മളെ ഷോക്ക് ഉണ്ടല്ലോ. ഇപ്പൊ നമ്മളെ കുടുംബത്തിനോ നമ്മളുടെ ബന്ധമുള്ള ആൾക്കാർക്ക് വരുമ്പോഴും ആ ഒരു ഷോക്കില്ലേ. ഇതിപ്പം ആൾക്കാർ ഇവൻ പറഞ്ഞ നമ്മുടെ ഈഗിള് പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ആരുടെ ഫോട്ടോസ് ആണല്ലോ അവരെടുക്കും. അത് നമുക്ക് ഉറപ്പില്ല. അപ്പൊ ആൾക്കാർക്ക് പുറത്തിറങ്ങാതിരിക്കാൻ പറ്റുമോ? ഇനി ഇതില് മെയിൻ സംഭവം ഇത് ടീനേജേഴ്സ് ആണ് ചെയ്യുന്നതെന്ന് അറിയുമ്പോൾ ഉള്ള ഒരു ഇതില്ലേ, അതാണ് ദേഷ്യമല്ല, പേടി. ഈ ചെറിയ പ്രായത്തില് ഇവര് ഇതിലോട്ട് പോയി കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ എന്തായിരിക്കും എന്നുള്ളൊരു സംഭവമില്ലേ. അതുകൊണ്ട് ഈ ചെറിയ പ്രായത്തിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവരെ ബ്രെയിൻ ഫോർമേഷനെ ബാധിക്കും. ഇപ്പൊ വലിയ അഡൽട്സ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോ കുഴപ്പമില്ല, അവര് ചിലപ്പോ അത് കഴിഞ്ഞിട്ട് അങ്ങനെ അത് ക്രിമിനൽസ് എന്നുള്ള രീതിയിൽ ഇത് പറയാം. പക്ഷെ ഈ ടീനേജേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഇനി സാധ്യത ബ്രെയിൻ ഡെവലപ്പ് ആവുന്ന ഒരു ടൈമാണ്. ഈ ഒരു സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ ആയി പോകുന്നത്. അത് ഈ സാധാ പോൺ കൺസപ്ഷൻ പോലും അല്ല, നോർമൽ ആയിട്ടുള്ള ഒരു പോൺ കൺസപ്ഷൻ പോലും അല്ല, നോർമൽ സെക്സ് വീഡിയോസ് ഒബ്ജക്ടിഫൈ ചെയ്യുന്ന ഒരു സംഭവം ഇല്ലേ, സ്ത്രീകളെ ഒബ്ജക്റ്റ് ആയിട്ട് കാണാം, അങ്ങനത്തെ രീതിയിലേക്കൊക്കെ പോകുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് ഈഗിള് പറഞ്ഞത് മനസ്സിലായത്. എന്തോ ഈ അവസാനം പറയുന്നതിൽ എന്തോ റേപ്പ് റിലേറ്റഡ് ചാനലിലൊക്കെയാണ് കൂടുതൽ ഇങ്ങനെ ആക്റ്റീവായിട്ട് ടീനേജേഴ്സ് ഉണ്ടെന്നുള്ള രീതിയിലൊക്കെ ഒരു സംഭവം കാണിച്ചു. ഇവർക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക്
എന്ന് വെച്ചാൽ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഭാവിയിൽ ഇങ്ങനത്തെ ക്രൈമുകൾ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഭാവിയിലല്ലേ, ചിലപ്പോ അവരുടെ ഈ ഒരു പ്രായത്തിൽ തന്നെ ക്രൈം ചെയ്യാൻ സാധ്യത കൂടുതലാണ്. കാരണം ഈ ഒരു പ്രായത്തിൽ അവർക്ക് അറിയത്തില്ല. ഈ ടീനേജ് എന്ന് പറയുന്ന ഒരു സമയമില്ലേ, അത് ഭയങ്കര ഒരു ഡേഞ്ചറുമാണ്. എന്നാൽ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ്, എവിടെ വേണോലും വീണ പ്രശ്നമാണ്. അത് ഈ ഇപ്പം മറ്റേ ഓപ്പറേഷൻ പി ഹണ്ട്, അതായത് കേരള ഗവൺമെന്റ് അല്ല കേരള പോലീസ് ചെയ്ത്, അതില് ഇപ്പൊ കുറെ ഈ എന്തോ ഭയങ്കര IT പ്രൊഫഷണൽസിനെയൊക്കെയാണ് അന്ന് പിടിച്ചെന്നൊക്കെ പറയുന്നു. പക്ഷേ ഈ IT പ്രൊഫഷണൽസ് എന്നൊക്കെ പറയുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇവർക്ക് ഒരു ഡുവൽ ക്യാരക്ടേഴ്സ് ആണ്. ഐ മീൻ എല്ലാവരും അല്ല, ഐ മീൻ ഇങ്ങനത്തെ ഇതിന് ഡുവൽ ക്യാരക്ടേഴ്സ് ആണ്. ഇവർ ചിലപ്പോൾ സമൂഹത്തിൽ ഭയങ്കര മാന്യന്മാര്, ഭയങ്കര ഇതുമായിട്ടും അവർക്കൊരു വേറൊരു സ്റ്റാറ്റസ് ഇതൊക്കെ കാണും. പക്ഷെ ഈ ഇന്റർനെറ്റിന്റെ ഇതിലോട്ട് വരുമ്പോഴത്തേക്ക് വേറൊരു ക്യാരക്ടർ. അത് കുറേയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫിസിക്കൽ വേൾഡിൽ അവർക്ക് അനുഭവിക്കുന്ന കുറെ ബുദ്ധിമുട്ടുകളോ അതൊക്കെ കാരണമായിരിക്കും ചിലപ്പോൾ അതിൽ പോയിട്ട് റിബൽ അല്ലെങ്കിൽ ഭയങ്കര രീതിയിൽ മോശപ്പെട്ട ഒരു വല്ല വില്ലൻ പോലത്തെ രീതിയിലൊക്കെ ബിഹേവ് ചെയ്യുന്നു. പക്ഷെ അതിൽ ഈ പെട്ടുപോണത് ഈ ടീനേജ് ആയിട്ടുള്ള പിള്ളേരാണ്. പക്ഷെ ഇപ്പൊ ഇങ്ങനത്തെ ഈ വലിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർക്കറിയാം ഇത് റിയാലിറ്റി അല്ല മറ്റേ ഇതാണ് എന്നുള്ളതൊക്കെ ചിലപ്പം വേർതിരിച്ചറിയാനെങ്കിലും പറ്റും. പക്ഷെ ഈ ടീനേജേഴ്സ് ആണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റില്ല. അവർക്ക് ചിലപ്പം ഇങ്ങനെ ഇതൊക്കെ ഇത് നോർമലൈസ് ചെയ്തിട്ട് അവരെ ക്യൂരിയോസിറ്റി കൊണ്ട് ഇങ്ങനെ ഇത് കൺസ്യൂം ചെയ്യും. പക്ഷെ അത് നോർമൽ അല്ല എന്ന് അവർക്ക് മനസ്സിലാക്കി എടുക്കാൻ അത് റിയൽ വേൾഡ് ഇത് രണ്ടും കൂടെ അങ്ങ് ഒരുമിച്ചായി, ഈ ഡിജിറ്റൽ വേൾഡും റിയൽ വേൾഡും തമ്മിൽ അങ്ങ് ഒരുമിച്ചു. ഇവരുടെ ഈ നോംസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവരങ്ങ് കളഞ്ഞു, മറന്നു. പിന്നെ അവരുടെ ആ ഒരു ഡ്രഗ് അഡിക്റ്റ് ഒക്കെ പോലെയൊക്കെ പെരുമാറാം. ഈ ഡ്രഗ് അഡിക്റ്റ് പോലെ തന്നെയാണ് ഈ പോൺ അഡിക്ഷൻ എന്ന് പറയുന്ന സംഭവം. നമ്മളിപ്പം ക്യൂരിയോസിറ്റി കൊണ്ട് ചെറിയ രീതിയിൽ കണ്ടു തുടങ്ങി അതിനൊരു നമുക്കൊരു ഇത് കിട്ടുമല്ലോ, ഒരു ഡോപ്പമിൻ കിട്ടുമല്ലോ. പിന്നീട് അത് പോരാതെ വരും പിന്നെ കയറി പോയാണ് ഈ പറഞ്ഞ പോലെ ഇതിന്റെ മാക്സിമം എത്തുന്നത്. അങ്ങനെയൊക്കെ ചിലപ്പോൾ ഇതിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയായിരിക്കും ഇതിലോട്ടൊക്കെ എത്തുന്നതെന്ന് തോന്നുന്നു. പിള്ളേർക്കാണെങ്കിൽ ലിമിറ്റ് ഇല്ല. പിള്ളേർക്ക് ഏതാണ് ലിമിറ്റ് എന്താണ് ലിമിറ്റ് എന്നൊന്നും ചിലപ്പം അവർക്ക് അറിയാനും പറ്റൂല. ഇപ്പൊ പിന്നെ ഈ ഫോണിന്റെ യൂസേജ് ഈ ടീനേജേഴ്സ് അല്ലെങ്കിൽ മൈനർ ആയിട്ടുള്ളവർക്ക് ഫോണിന്റെ യൂസേജ് ഇപ്പൊ കൂടുതലാണല്ലോ. ഈ കോവിഡിന് ശേഷം കൂടുതൽ പാരന്റ്സ് കുട്ടികൾക്ക് ഫോണൊക്കെ കൊടുക്കുന്നുണ്ട്. അതിന് മുന്നേ വരെ എനിക്ക് തോന്നുന്ന ഒരു കൺട്രോൾ ഉണ്ടായിരുന്നു ഫോൺ അങ്ങനെ കൊടുക്കുന്നത്. അതിന് മുന്നേ അങ്ങനെ ഒരു ആവശ്യകത ഇല്ലായിരുന്നു. അവൈലബിലിറ്റിയും കുറഞ്ഞല്ലോ. ഇപ്പം കോവിഡ് ആയപ്പോഴ് ആ ഒരു ഓൺലൈൻ ക്ലാസ്സിന് നെസസിറ്റി ആയല്ലോ. എല്ലാവർക്കും കൊടുത്ത് ഫോൺ ഒരുപാട് പേര് ഉപയോഗിക്കാൻ തുടങ്ങി. ടെക്നോളജി ആയിട്ട് കൂടുതൽ അറിയാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇതിന്റെ സാധ്യതകളല്ല ഇതിന്റെ ഈ ഒരു സൈഡിലേക്കും പോയി. ആദ്യം ഫോൺ കണ്ടായിരിക്കും പോയത്, അങ്ങനെ രീതിയിൽ പോയി. ആൺകുട്ടികളാണല്ലോ ഇത് മൊത്തത്തിൽ, ഈ പെൺകുട്ടികളല്ലല്ലോ ഇത് ചെയ്യുന്നത്. അല്ല, ആൺകുട്ടികളാണ് മെജോറിറ്റി അല്ല, മിക്കവാറും ആൺകുട്ടികളായിരിക്കും. ഒരു 95% ചിലപ്പോ പെൺകുട്ടികൾ ഇല്ലാന്ന് പറയാനൊന്നും പറ്റൂല, പറയാൻ പറ്റൂല. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു 99% ആണുങ്ങളാണ് ഇതിന്റെ ഒരു ഇത്. അല്ലാതെ പെൺകുട്ടികൾ അങ്ങനെ ചെയ്യുമെന്ന് തോന്നണില്ല. പക്ഷെ ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് പേരൻസ് റെസ്പോൺസിബിലിറ്റി, റെസ്പോൺസിബിൾ ഏറ്റവും കൂടുതൽ ആവാനുള്ള പേരൻസിനെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുന്നത് പാരന്റ്സിന് മാത്രമേ ഉള്ളൂ. റെഗുലേറ്റ് ചെയ്യാന്നുള്ള അവരുടെ ഈ മൊബൈൽ കൺസംഷൻ എന്താണെന്നുള്ളത് റെഗുലേറ്റ് ചെയ്യാന്നുള്ളത്. പാരന്റൽ കൺട്രോൾ പോലുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അത് പാരന്റൽ കൺട്രോൾ പോലെ സാധനമുണ്ട്. പിന്നെ അവർക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാനുള്ള ഒരു സ്പേസും കൂടെ കൊടുക്കുക. അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് നമ്മളിപ്പോ ഇങ്ങനെ ഈ ന്യൂസ് ഒക്കെ കേട്ട് നമ്മൾ പെട്ടെന്ന് അവരെ ഫോണൊക്കെ പിടിച്ചു വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യും. അല്ല, അത് സത്യം. അത് ഉടക്കിയാ പിന്നെ അത് കുറച്ചും കൂടെ ആവത്തേ ഉള്ളൂ. എത്ര പേര് ഉടക്കി ഫോൺ കൊടുക്കാത്തതിന് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഏറ്റവും പാടുള്ള സാധനമാണ് ഒരു ആൺകുട്ടിയെ വളർത്തുന്നതാണ് പേരൻസിന്, അല്ലേ? നമ്മൾ അഡോളസൻസ് അങ്ങനെയൊന്നും എനിക്ക് അഭിപ്രായമില്ല. ആ പെൺകുട്ടിയാണെങ്കിലും പാടുപെടുകയൊക്കെ ചെയ്യും. അല്ല, അവരുടെ ഒരു ആന്റി സോഷ്യൽ അല്ലാത്ത രീതിയിൽ വളർത്തുന്നത് ഭയങ്കര അല്ലേ ഇത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവർക്ക് ഈ ഒരു പ്രോപ്പറായിട്ട് സംസാരിക്കാനുള്ള ഒരു സ്പേസ് അവിടെ ക്രിയേറ്റ് ചെയ്യാനുള്ളത്. ഇപ്പം ഒരു നോൺ ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള പാരൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കുറച്ച് ആൾക്കാരാണെങ്കിൽ ഒബ്വിയസ്ലി ആ ഒരു ടീനേജ് ഗ്രൂപ്പിലൊക്കെ നമുക്ക് പാരൻസിൽ നിന്ന് മാറിയിട്ട് നമ്മുടേതായിട്ടുള്ള എനിക്ക് സ്വന്തമായിട്ടൊരു തീരുമാനമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ടൊരു ഇതുണ്ട് എന്നുള്ള ഒരു സാധനമൊക്കെ ആ സമയത്താണ് വരുന്നത്. അതുപോലെ ഫ്രണ്ട്സിൻ്റെ ഇടയിലുള്ള ഒരു കൂട്ടുകെട്ട് അപ്പോഴൊക്കെയാണ് ഭയങ്കരമായിട്ട് സ്ട്രോങ് ആവുന്നത്.
അപ്പം അതൊക്കെ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ്, ഈ ചൈൽഡ്ഹുഡിലെ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ് ഭയങ്കര ഒരു കാര്യം. പിന്നെയുള്ള സെക്സ് എഡ്യൂക്കേഷൻ. സെക്സ് എഡ്യൂക്കേഷൻ, അതെ. ഒരു തിയറി ഉണ്ട് അതിൽ പറയണെന്ന് പറഞ്ഞാൽ ഈ ഭയങ്കര ക്ലോസ്ഡ് സൊസൈറ്റിയിൽ നിന്നാണ് ഇങ്ങനത്തെ ആന്റി സോഷ്യൽ എലമെന്റ്സ് വരാൻ സാധ്യത കൂടുതൽ, ഓപ്പൺ സൊസൈറ്റി എന്നല്ല. അതാണ് കൂടി വരുമ്പോഴ് ഒരു സാധ്യത കിട്ടുമ്പോ അവര് മൊത്തത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ അവർക്ക് വേറൊരു സ്ഥലം അവർ തേടിപ്പോവും. അപ്പൊ അതാ ഒരു നമ്മൾ ആദ്യം അറിയേണ്ട ഒരു സാധനം, പാരന്റ്സ് അറിയേണ്ട ഒരു സാധനം. പാരന്റിങ് ഇതിനൊരു ഇതായിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അതെ, പാരന്റ് കൺട്രോൾ ചെയ്യണം. ഈ ഫോണൊക്കെ കൊടുത്താലും അതിനൊരു മോണിറ്റർ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. മോണിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് അറിയില്ല അത് എങ്ങനെ പ്രാക്ടിക്കലി പാരന്റൽ കൺട്രോൾ ഇപ്പം എല്ലാവർക്കും അത് കിട്ടുമെന്നോ, അത്ര എക്സ്പേർട്ട് ഇപ്പം നമ്മളെ ഫോൺ ഉപയോഗിക്കുമ്പോഴല്ല പാരന്റ്സ് ഫോൺ ഉപയോഗിക്കുന്നത്. അവർക്ക് ബേസിക് ആയിട്ടുള്ള നമ്മുടെ പാരന്റ്സ് പ്രായമായുള്ള ഇപ്പോഴത്തെ ടീനേജിന്റെ പാരന്റ്സ് ഒക്കെ 40-45 ആകുമ്പോ അവർക്ക് കുറച്ച് 15 വയസ്സായെന്ന് പറയുമ്പോൾ ഒരു 50 വയസ്സ് 45 വയസ്സൊക്കെ ഉള്ളവരായിരിക്കും പാരന്റ്സ്. അവർക്കും അറിയാനും നമ്മളെ പോലെ ഒരു അല്ല, ഈ ടീനേജേഴ്സിന് അറിയാവുന്ന അത്രയും സംഭവം ഇവർക്ക് അറിയണമെന്നില്ല. അതില്ല. അത് ആക്ച്വലി സ്കൂളിനോ അല്ലെങ്കിൽ ഇപ്പം പോലീസിനോ അവർക്കൊക്കെ ഇങ്ങനെ സ്റ്റഡി ക്ലാസ് അത് ഇതൊക്കെ കൊടുക്കാറുണ്ടല്ലോ. അങ്ങനെ നന്നായിട്ടൊരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കുറെ പാരന്റ്സിനൊക്കെ ഇതൊക്കെ അവയർനെസ്, ഈ PTA അങ്ങനെ സാധനങ്ങളൊക്കെ ഇല്ലേ, അപ്പൊ അതിലൊക്കെ കുറച്ച് പേർക്ക് ഇവർക്കൊക്കെ വന്നിട്ട് ക്ലാസ് ഒക്കെ എടുക്കാവുന്നേ ഉള്ളൂ, ഇതൊക്കെ പറഞ്ഞു കൊടുക്കാവുന്നതേ ഉള്ളൂ. എന്താണ് സാധനങ്ങൾ, ഇവരുടെ ടെർമിനോളജീസ് ഒക്കെ കാണുമല്ലോ, ഇവരുടെ ഗ്രൂപ്പിൽ മാത്രമുള്ള ടെർമിനോളജി, അതൊക്കെ പോലീസിന് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. അങ്ങനെയൊക്കെ ആൾക്കാരെ പിടിക്കാൻ പറ്റും. ഇത് ടെലിഗ്രാം മാത്രമല്ല, ടെലിഗ്രാം പോലത്തെ കുറെ സാധനങ്ങളുണ്ട്. ടെലിഗ്രാമിൽ നമ്മൾ കുറച്ചും കൂടെ മറ്റേ വലിയ ഫയലൊക്കെ ഡൗൺലോഡ് ചെയ്യാനും അങ്ങനെ കുറെ ഇതാണെന്നേ ഉള്ളൂ, യൂസർ ഫ്രണ്ട്ലി ആണെന്നേ ഉള്ളൂ. ടെലഗ്രാം ആണ് ആക്ച്വലി ഈ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഒക്കെ ആദ്യമേ കൊണ്ടുവന്നു. പിന്നീടാണ് വാട്സാപ്പ് ഇതൊക്കെ കോപ്പി അടിച്ചത്. അതുകൊണ്ടാണ് ഈ ടെലഗ്രാമെ എപ്പോഴും എല്ലാരും ടെലഗ്രാമിനെ പിടിക്കണം. ഗ്രൂപ്പും കുറെ സാധനങ്ങളൊക്കെ അതിലാണ് ആദ്യമേ ഉണ്ടായിരുന്നത്. ടെലിഗ്രാം, റെഡിറ്റ് മോശമല്ല. റെഡിറ്റിൽ അനോണിമിറ്റി ഭയങ്കര ഒരു കൂടുതലാണ്. അതിലെ ഈ ഗോസിപ്പ് സംസാരങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചിലപ്പം ആൾക്കാർ അറിഞ്ഞോലും കാണില്ല. അടിച്ചു വിടും ചിലപ്പോ, അതായത് ഒരു കഥ കടിച്ചിരുന്നു. അപ്പൊ ആൾക്കാർക്ക് കേൾക്കുമ്പോ ഒരു രസം, ഒരു ഇക്കിളി കഥകളൊക്കെയാണ് രസം. ഞാനാണെങ്കിൽ ഫേസ്ബുക്ക് ഇപ്പൊ ഉപയോഗിക്കാറില്ല. ഇപ്പം റെഡിറ്റ് വെറുതെ ഇരുന്നിട്ട് റെഡിറ്റ് ആണ് സ്ക്രോൾ ചെയ്യണം. അതെ, റെഡിറ്റ് ആണ് അതിലാണ് സംഭവ വികാസങ്ങൾ നടക്കണേ. ഈ എന്തെങ്കിലും ന്യൂസ് വരുമ്പോഴോ എന്തെങ്കിലും അപ്ഡേറ്റ്, നമ്മളൊരു മറ്റേ എന്താണ് ഇവിടെ സംഭവിക്കണേന്നൊരു അപ്ഡേറ്റ് ഒക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടും റെഡിറ്റില്. അല്ല, റെഡിറ്റില് ചിലതൊക്കെ നല്ല രീതിയിൽ ഈ പറയുന്ന പോലെ ആൾക്കാർ അതിനെപ്പറ്റി സംസാരിക്കും, അതിന്റെ അടിയിൽ ഡിസ്കഷൻസ് ഒക്കെ വരും. അതൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. സത്യം പറഞ്ഞാൽ ഈ ഇന്റർനെറ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള സാധനമാണ്. ഈ ഒരു ഇപ്പൊ നമ്മളെ പണ്ടത്തെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പറയണ സാധനങ്ങൾ നമ്മൾ കേൾക്കുക, അല്ലെങ്കിൽ ഒരു ഇപ്പൊ ഈ ഒരു എന്താ ഭയങ്കര റെഗുലേഷൻസ് നിന്ന് ഇതൊരു റെഗുലേറ്റഡ് അല്ലാത്തൊരു വേൾഡിലേക്കാണ് പോണത്. അപ്പൊ അവിടെ ആക്ച്വലി നമുക്ക് കുറെ ഗുണങ്ങളുണ്ട്. ഈ ആൾക്കാരുടെ ഇപ്പൊ ഈ റെഡിറ്റിൽ തന്നെയാണെങ്കിൽ കുറെ സാധനങ്ങളൊക്കെ നമുക്ക് വായിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള അറിവുകളാണ് നമുക്ക് കിട്ടണം. നമുക്ക് ചിലപ്പോൾ വേറെ പെർസ്പെക്റ്റീവ് ഒക്കെ നമുക്ക് നല്ല എന്തെങ്കിലും ഒരു ഇപ്പൊ തന്നെ ഈഗിളിന്റെ ഇഷ്യൂ എടുത്തിട്ട് അതിൽ ചർച്ച ചെയ്തേ അവര് കമന്റ് ചെയ്യണത് ഫേസ്ബുക്കിൽ കമന്റ് ചെയ്യും പോലെ അല്ല കമന്റ് ചെയ്യണം. അവര് ഭയങ്കര എസ്സേ കണക്കിട്ട് ആ ഒരു സാധനം അവര് നല്ല രീതിയിൽ എഴുതിയിടും. അപ്പോഴേ വേറെ പെർസ്പെക്റ്റീവ് കിട്ടും. റെഡിറ്റിൽ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ഗ്രൂപ്പിൽ. നമുക്ക് നല്ല ഒരു ഭൗതികമായിട്ട് നമുക്ക് ഭയങ്കര ഒരു ഗുണമാണ് ഈ സാധനത്തിൽ നിന്ന് കിട്ടുന്നത്. പക്ഷെ അത് ഈ അനോണിമിറ്റിയുടെയും കൂടെ ഒരു ഗുണമാണ്. അതാണ് അത് നമ്മൾ മനസ്സിലാക്കണം. ഈ അതും അനോണിമിറ്റിയുടെ ഒരു ഗുണമാണ്. ഇതേപോലുള്ള ഇതുകൊണ്ട് വേറൊരു സൈഡാണ് മറ്റേത്. ഇതിപ്പോ ഇതിന് ഏറ്റവും നല്ലത് ഈ സാധനം ഇപ്പം ഇത് ബാൻ ചെയ്യാന്നുള്ളതല്ല, ഇതിനെക്കാട്ടി പ്രോപ്പറായിട്ട് ടീനേജേഴ്സിനെ റെഗുലേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഈ പാരന്റ്സോ അല്ലെ, ഇന്ത്യയില് ഇന്റർനെറ്റ് ഒക്കെ നമുക്ക് നല്ലൊരു ഫ്രീഡമാണ് തരണം. സത്യം, നല്ലൊരു ഫ്രീഡമാണ് തരണം. ഇപ്പൊ തന്നെ ഇന്റർനെറ്റ് ബാക്കിയുള്ള രാജ്യത്തിനെക്കാട്ടി വില കുറവാണ് ഇവിടെ. ഇന്റർനെറ്റ് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ഇതാണ്. ഇപ്പൊ തന്നെ ഇപ്പൊ നമ്മള് ബ്രോഡ്ബാൻഡിന് 170 Mbps സ്പീഡാണ്. അതിനും അതിന്റെ അത്ര വിലയൊന്നുമില്ല.
അതെന്തിന് ഇവിടെ പറയുന്നത്? പ്രൊമോഷൻ അതല്ലടാ ഞാൻ പറഞ്ഞ ഇപ്പൊ ഒപ്റ്റിക്കൽ ഫൈബർ ബ്രോഡ്ബാൻഡ് അല്ല, ഇവിടെ നിന്ന് പുറത്തു പോകുന്നവർ ആദ്യം പറയുന്ന ഒരു സംഭവം ഇതാണ്. അവിടെയൊക്കെ ഇന്റർനെറ്റ് ഭയങ്കര പൈസയാണ്. നമുക്ക് കിട്ടണ ഇത് വെച്ചിട്ട് നമ്മള് മാസം കൊടുക്കുന്നത് ചീപ്പായിട്ടുള്ള സാധനമാണ്. അപ്പോഴ ആ ഒരു നമുക്ക് ഇപ്പൊ OTT പോയാലും സിനിമ ഇങ്ങനെ കാണാം, ഇപ്പൊ ബഫറിങ് ഇല്ലാതെ കാണാം. പിന്നെ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഭയങ്കര എളുപ്പം, ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ എളുപ്പം, ലൈവ് സ്ട്രീം ചെയ്യണമെങ്കിൽ എളുപ്പം. അല്ല, ഈ ഒരു ഡിജിറ്റലിൽ നിന്ന് തന്നെ എന്തോരം പൈസയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പോഴും ആ ഒരു കോവിഡിന് മുന്നേ കുറച്ചുകൂടെ ഒരു ഫിസിക്കലായിട്ടായിരുന്ന ആൾക്കാർ കുറച്ചുകൂടെ ഈ ജോലി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ എക്കണോമിക്ക് കുറച്ചുകൂടെ ഒക്കെ ഓടിക്കൊണ്ടിരുന്നു. ഇപ്പം ശേഷം ഭയങ്കരമായി നമ്മുടെ നിഫ്റ്റി ഇതൊക്കെ തന്നെ മാറിയില്ലേ, ഇൻവെസ്റ്റ്മെന്റ് അതിന്റെ സാധനങ്ങളൊക്കെ തന്നെ മാറിയില്ലേ കോവിഡിന് ശേഷം. ആൾക്കാർ വീട്ടിൽ ഇരുന്ന് ഡിജിറ്റൽ വേൾഡ് ആയപ്പോൾ ഭയങ്കരമായിട്ട് മാറി. ഇ കൊമേഴ്സ് അങ്ങനത്തെ എന്ത് ബിസിനസ് സാധ്യതകളാണ് ഇതില് അല്ലേ? ആ ഒരു സാധനത്തിൽ നിന്നാണ് നമ്മള് ഈ ഒരു അതാണ് ഇതിന്റെ പോസിറ്റീവ് സൈഡ്. നെഗറ്റീവിലോട്ട് വരുമ്പോ ഭയങ്കര നെഗറ്റീവ്. ഇത് പണ്ട് ആൾക്കാർ ഡാർക്ക് വെബ് എന്നൊക്കെ പറയുന്നത്, ആ ഒരു സംഭവം തന്നെയാണ് ഇതിലോട്ടും വരുന്നത്. ഇതൊരു ഡാർക്കായി വരുന്നുണ്ട്. ആ ഒരു ടെർമിനോളജി മനസ്സിലാക്കണ്ട, പക്ഷെ എന്നാലും ഇത് ഒരു ഡാർക്ക് വെബ് കണ്ടന്റ്സ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ വീട്ടിലുള്ളവരെയും നമുക്കറിയാത്ത ആൾക്കാരുടെയും പടങ്ങൾ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നു. അത് പൈസക്ക് അത് ബിസിനസ് പോലെ വിൽക്കുന്നു. അത് പുള്ളി പറഞ്ഞപ്പോഴാണ് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി എല്ലാവർക്കും വന്നത്. ഇങ്ങനെ സാധനങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. പണ്ട് ഒരു മിസ്റ്റർ റോബോട്ട് എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ഉണ്ടായിരുന്നു. അതിലൊക്കെ ഈ എന്തോ ഭയങ്കര മാന്യനായിട്ടുള്ള ഒരാളാണ്. ആദ്യത്തെ ഫസ്റ്റ് സീൻ തന്നെ ഒരു ഇന്ത്യക്കാരനെയാണ് കാണിക്കുന്നത്. ഭയങ്കര കാശൊക്കെ ഉണ്ട്, 3-4 ബിൽഡിങ് ഇതൊക്കെ വെച്ച് റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ ഹാക്ക് ചെയ്ത് പുള്ളിക്ക് ആക്ച്വലി ചൈൽഡ് പോണോഗ്രഫിയുടെ സൈറ്റിലാണ് പുള്ളി പൈസ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവ ഇങ്ങനെ ഫയലൊക്കെ ചെയ്ത് ഇങ്ങനെ വന്ന് പുള്ളി ഇങ്ങനെ പോലീസിൽ പിടിപ്പിക്കുന്ന ആ ഒരു സീനാണ്. പക്ഷെ അത് ഭയങ്കര നമുക്ക് വേറെ ഒരു സീനാണ് ആ മിസ്റ്റർ റോബോട്ട് എന്ന് പറഞ്ഞ സീരീസ് കണ്ടാൽ മനസ്സിലായി. അപ്പം അത് ഏതാണ്ട് അതുപോലെ ഉണ്ട്. ഈ പൈസക്കൊക്കെ ചെയ്യുന്നെന്ന് പറയുന്നില്ലേ, അത് കുറച്ചാൾ കഴിയുമ്പോഴത്തേക്കും വലിയൊരു ഭയങ്കര ഒരു മിസ്യൂസ്, മാഫിയ പോലെ ആവും. അതെ, മാഫിയ പോലെ. ഇത് ഈ പോണോഗ്രാഫി ആരും കാണാത്ത ആൾക്കാരൊന്നും അല്ല, നമ്മള് കാണാത്ത ആൾക്കാരൊന്നും അല്ല. ടീനേജ് ഗ്രൂപ്പിൽ എല്ലാവരും അതൊക്കെ തപ്പി നോക്കാറുണ്ട്. ഇപ്പൊ നമ്മുടെ മുന്നത്തെ ജനറേഷൻ ആണെങ്കിൽ ഇതൊക്കെ ബുക്കുകളായിരിക്കും. പിന്നീട് അത് മാറി എനിക്ക് തോന്നുന്നു CD-ലോട്ടൊക്കെ വന്നെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് പെൻഡ്രൈവ്, പിന്നെ ഇന്റർനെറ്റ് വന്നപ്പോ ഇന്റർനെറ്റിൽ പോയി. പണ്ടത്തെ നമ്മുടെ ഇത് കഫേകളായിരുന്നു അല്ലേ? അന്നൊക്കെ അങ്ങനെയൊക്കെ ആക്സസ് ഉള്ളായിരുന്നു. കഫേ അങ്ങനത്തെ ആക്സസേ ഉള്ളൂ. പിന്നെ അത് ലിമിറ്റഡ് ടൈമാണ്, നമുക്ക് എപ്പോഴും ഇങ്ങനെ കണ്ടോണ്ടിരിക്കാനൊന്നും പറ്റില്ല. അങ്ങനത്തെ സാധനങ്ങളൊന്നും ചിലപ്പം വീക്ക്ലി വൺസ് ആയിരിക്കും, ചിലപ്പോൾ മന്ത്ലി വൺസ് ആയിരിക്കും. പിന്നെ ഉള്ളത് പിന്നെ വല്ലപ്പോഴും അങ്ങനത്തെ ഒരു സാധനമേ ഉള്ളായിരുന്നുള്ളൂ. നമ്മള് വീട്ടില് കമ്പ്യൂട്ടർ ഉള്ളവർക്ക് കുഴപ്പമില്ല. വീട്ടില് കമ്പ്യൂട്ടർ ഉണ്ട്, ഇപ്പം ബ്രോഡ്ബാൻഡ് ഒക്കെ ഉണ്ടെങ്കിലും പാടാം. സ്പീഡൊക്കെ കുറവാണ്. അങ്ങനെ എന്റെ കമ്പ്യൂട്ടറൊക്കെ ഹാളിലാണ് വെച്ച, അതുകൊണ്ട് അങ്ങനത്തെ ഒരു അത് ഒരു പാരന്റൽ കൺട്രോൾ ആണ്. പാരന്റൽ കൺട്രോൾ ആണ്. അവർക്ക് ഒരു പേടി ഉണ്ടായിരുന്നു, ഞാൻ ഈ റൂമിന്റെ അകത്ത് വെച്ച് വഴിതെറ്റി പോകുന്നില്ലേ. ഹോളിലായിരുന്നു, ഫ്രിഡ്ജിന്റെ അടുത്തായിരുന്നു. ഞാൻ എന്റെ ഹോളിലായിരുന്നു ആദ്യം, റൂമിലായിരുന്നു. പക്ഷെ ഇന്റർനെറ്റ് ഇല്ലായിരുന്നു. വിനുവിന് പാരന്റൽ കൺട്രോൾ കുറവാണ്. എനിക്ക് ഇന്റർനെറ്റ് ആ സമയത്തൊന്നും ഇല്ല. എനിക്ക് ഞാൻ വാങ്ങിക്കുന്നത് വല്ല ഗെയിം CD എങ്ങാനും മറ്റേ ഭീമാപ്പള്ളി പോയി വാങ്ങിച്ചിട്ട് ഞാൻ ആ സാധനങ്ങളൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ഗെയിംസ് ആയിരുന്നു. അല്ല, അന്ന് ഈ പറഞ്ഞ അവൈലബിലിറ്റി അല്ലെങ്കിൽ ഇന്റർനെറ്റ് എന്ന് പറയുന്ന സാധനം ഭയങ്കര ഇത്രക്ക് നമ്മൾ യൂട്യൂബ് പോലെയാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ 2-3 വീഡിയോസ് കണ്ടിട്ട് അങ്ങ് വയ്ക്കും, ഓഫ് ചെയ്ത് വെക്കും എന്നുള്ളൊരു സാധനം. ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇറങ്ങുമ്പോൾ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ കഴിയും, അറിയൂല. അതേപോലെയായി ഇപ്പം ഈ പോണിന്റെ അവൈലബിലിറ്റി. അങ്ങനെ കുറെ ഹ്യൂജ് നമ്പർ ഓഫ് കണ്ടന്റ് ആണ് അവരും ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതില് ഒരാളിങ്ങനെ ഇത്രയും കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ ബ്രെയിനിൽ എന്തായാലും ഒരു പ്രശ്നം ഉണ്ടാവും. പ്രത്യേകിച്ച് ടീനേജേഴ്സ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള അഡിക്ഷനും കാര്യങ്ങളൊക്കെ വരും. അതെ അതെ. അല്ല, ഈ മാസ്റ്റർബേഷൻ എന്നൊക്കെ പറയുമ്പോൾ അത് കഴിയുമ്പോൾ ഒരു ഡോപ്പമൈൻ ഉണ്ട്.
അതൊരു അതും ഇതിൽ വരികയാണ്, അതും ഇൻഫ്ലുവൻസ് ആവുകയാണ്. അതും ഇൻഫ്ലുവൻസ് ആവും. അതിന്റെ അഡിക്ഷൻ ഉണ്ടല്ലോ നമ്മളെ ജീവിതത്തെ, അത് ബാധിക്കുമ്പോഴാണ് അതിന്റെ ഒരു അഡിക്ഷൻ. പിന്നെ റിയലും ഇത് ഈ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ളതിന്റെ ഒരു വ്യത്യാസം മനസ്സിലാക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. റിയലും ഇതിന്റെ വ്യത്യാസമുണ്ട്. പിന്നെ ഈ ചിലർക്ക് റിയാലിറ്റിയിൽ അവർക്ക് ഫിസിക്കൽ ഒരു ഇന്റിമസി അവർക്ക് പിന്നെ വരൂല. അതെ, ഈ ഇതില് സൈറ്റുകളിൽ വരുന്നത് കൂടുതൽ ഈ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിന് ആക്ടേഴ്സ് ആണല്ലോ അത് ചെയ്യുന്നത്. സ്ക്രിപ്റ്റഡും പിന്നെ അത് മറ്റേ വിഷ്വൽ സാധനമാണല്ലോ. അപ്പൊ നമ്മള് അതിൽ ഇപ്പൊ AI എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ പെർഫെക്ഷൻ കൂടും. അപ്പൊ അതുപോലത്തെ സാധനങ്ങളൊന്നും അല്ലല്ലോ റിയൽ ലൈഫിൽ വരുന്നത്. അതെ, മനുഷ്യന്മാര്. അപ്പൊ അതിന്റെ ഇത് വരുമ്പോ അതിന്റെ വ്യത്യാസം വരുമ്പോ ബുദ്ധിമുട്ടുകൾ വരുന്നവരും ഉണ്ടല്ലോ. ബുദ്ധിമുട്ട് വരും. അവരുടെ ഫിസിക്കൽ ഇന്റിമസിയിലൊക്കെ മാരേജിന് ശേഷമൊക്കെ പ്രശ്നം വരുന്നവർ കുറെ പേരുണ്ട്. ചിലർക്ക് ഈ വീഡിയോ മാത്രം കണ്ടിട്ടുള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. വീഡിയോ കണ്ടിട്ട് അങ്ങനെ ഒരു സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ ആണ് മറ്റേതിനേക്കാൾ കൂടുതൽ. അപ്പോഴേ അവരുടെ ജീവിതത്തെ അത് ഭയങ്കര രീതിയിൽ ബാധിക്കും. അങ്ങനെ ഒരുപാട് തലങ്ങൾ. ഇത് അഡിക്ഷൻ ആയി കഴിഞ്ഞ് ഇത് തന്നെയാണ് ഒരു ഭയങ്കര രീതിയിൽ കൺസ്യൂം ചെയ്ത് മൊത്തത്തില് താറുമാറാവും. നമ്മുടെ സോഷ്യൽ ലൈഫിനെയും നമ്മുടെ വർക്ക് ലൈഫിനെയും ഒക്കെ ബാധിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഒരു ടീനേജേഴ്സ് ആകുമ്പോൾ പെർട്ടിക്കുലർലി ഭയങ്കര ഡേഞ്ചറസ് ആണ്. പാരന്റ്സ് ഇത് കാണുന്നുണ്ടെങ്കിൽ എല്ലാരും ഒന്ന് ആവാതെ മര്യാദക്ക് ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടണം. മെയിൻ ആയിട്ട് ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടണം, ഉപദേശിക്കരുത്. മറ്റേ ഒരു ടീനേജേഴ്സിന് ഉപദേശം പറ്റൂല. അല്ല, ടീനേജേഴ്സ് ആയാലും ആർക്കായാലും എനിക്കായാലും എപ്പോഴായാലും ഉപദേശിക്കുന്ന ഇഷ്ടമല്ലല്ലേ. മസിലൊക്കെ വിടൂ, മര്യാദക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതെ, മര്യാദക്ക് പറയാം. അതും ഇപ്പോഴത്തെ ജനറേഷനിലുള്ള പിള്ളേരെ ഹാൻഡിൽ ചെയ്യണതും അതൊരു പണ്ടത്തെ പോലെ പേടിച്ചെന്ന് നിൽക്കുന്ന ആൾക്കാരൊന്നുമല്ല. നമ്മളാണെങ്കിൽ ഒന്ന് വിരട്ടിയെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് പേടിക്കും. ഇപ്പോഴങ്ങനെ ഇത്തിരി അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ ഭയങ്കരമായിട്ട് പേടിയുള്ള ആൾക്കാർ കുറവാ. പിന്നെ ഈ ഫ്രണ്ട് സർക്കിൾ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാം. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം, ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. അപ്പൊ നിങ്ങൾക്കും ആക്ച്വലി ഇങ്ങനെ ഇപ്പൊ അറിയാന്നുള്ള ഒരാളാണെങ്കിൽ അയാളെ ഒറ്റപ്പെടുത്താതിരിക്കുക, അയാളെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുക. ഇതൊക്കെ ഒരു പ്രോപ്പർ. പിന്നെ ആക്ടിവിറ്റി, ഇപ്പൊ ആക്ടിവിറ്റീസിന്റെ ഒരു കുറവുണ്ട്. ഈ ലോൺലിനെസ് ഒക്കെ ആകുമ്പോഴാണല്ലോ കൂടുതലും ഈ ഇന്റർനെറ്റ് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഇറങ്ങുന്നത്. കൂട്ടുകാരുടെ കുറവുണ്ട്, ഒറ്റയ്ക്ക് ഇരിക്കണതിന്റെ എന്ന് വെച്ചാൽ ആക്ടിവിറ്റീസ്. ഇപ്പൊ നമ്മൾ ക്രിക്കറ്റ് കളിക്കണാവട്ടെ, വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ. ഇപ്പൊ ഗെയിമിങ് തന്നെ, ഗെയിം കളിക്കണേ ഒരു ആക്ടിവിറ്റിയാണ്. എന്ന് വെച്ചാൽ കുട്ടികളെ എപ്പോഴും പഠിക്കാൻ മാത്രമല്ലാതെ എന്റർടൈൻമെന്റിന് വേണ്ടി ആക്ടിവിറ്റീസ് കൊടുത്താൽ നല്ലതാണെന്ന് തോന്നുന്നു. അല്ല, ഇത് സോഷ്യൽ ഗ്യാതറിങ് പറ്റുന്ന ആക്ടിവിറ്റീസ് ഒക്കെ കുറച്ച് കൊടുത്താൽ നല്ലതായിരിക്കും തോന്നുന്നു. ഇപ്പോൾ സോഷ്യലൈസ് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ഒക്കെ, ഇപ്പോൾ ഗെയിമിംഗ് ആണെങ്കിൽ അതിൽ തന്നെ കുറേ സോഷ്യലൈസ് ചെയ്യാൻ പറ്റുന്ന ഗെയിമുകളുണ്ട്. ഈ കൗണ്ടർ സ്ട്രൈക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതിലൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ചീത്തയാണ് കിട്ടുന്നതെന്ന് ഞാൻ കളിച്ചിട്ടുണ്ട്. വെറുത്തു, നമ്മളെ താറ്റിക്കൊല്ലി. അതുകൊണ്ട് എനിക്ക് ഉറപ്പില്ല. എന്നാലും പിന്നെ ഈ ഇപ്പൊ അല്ലാണ്ട് ഒരു ഫ്രണ്ട് സർക്കിൾ, സ്കൂളിലുള്ള ഫ്രണ്ട് സർക്കിൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആക്ച്വലി ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അവര് പറയണ വാക്കിന് കുറച്ചുകൂടെ വില കൊടുക്കും അവിടുത്തെ പിള്ളേർ. അപ്പോൾ ഇങ്ങനെ ഒറ്റപ്പെടുത്താതിരിക്കും. ചിലരാണെങ്കിൽ ഇങ്ങനെ ഒറ്റപ്പെടുത്തി കളയും, മറ്റേ ഇതാണ് അതാണെന്നൊക്കെ പറഞ്ഞ് ഒറ്റപ്പെടുത്തി കളയും. അങ്ങനെ ചെയ്യും. അപ്പോഴേ ഈ പറയുന്ന പോലെ ഫ്രണ്ട് സർക്കിളും പിന്നെ ഒരു പാരന്റൽ കൺട്രോളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൽ കുറച്ചൊരു കുറവ് വരുമെന്ന് തോന്നുന്നല്ലേ ഇങ്ങനത്തെ ഇൻസിഡന്റുകൾക്ക്? അതെ അതെ, എന്ന് വെച്ചാൽ കുട്ടികൾക്ക് തോന്നണം. ഇപ്പൊ നമ്മള് ഒരു തെറ്റാണെന്ന് ഇപ്പൊ നമ്മളൊരു സാധനം നോക്കുമ്പോഴ് ഇപ്പൊ നമ്മളൊരു തെറ്റ് ചെയ്യണമെങ്കിൽ അത് തെറ്റാണെന്ന് ബോധ്യം വേണം. ഇപ്പൊ നമ്മള് ചെയ്യുന്ന ഒരു തെറ്റ് കണ്ടിട്ട് അത് ശരിയാണ്, അത് നോർമലൈസ് ആയിട്ട് ചെയ്യുന്നതല്ല. ഇപ്പൊ നമ്മള് തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അത് തെറ്റാണെന്നുള്ള ഒരു ബോധ്യം വേണം. അതൊരു ക്രൈം ആണെന്ന് അവര് മനസ്സിലാക്കണം. ക്രൈം ആണെന്നുള്ള മനസ്സിലാക്കും. അതുപോലെ ഈ പാരന്റ്സ് ഒക്കെ ആണെങ്കിൽ അവര് ഈ പറയാൻ മടിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്ന കുറെ പേരുണ്ട്. എനിക്കിതൊന്നും പറയാൻ കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ ഡിസ്കസ് ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ. അത് ശരിയല്ല. എന്നിട്ട് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ അറിയാന്നുള്ള വേറെ ആരുടെ അടുത്തെങ്കിലും ആയിരിക്കും പറയണം. അവര് ചിലപ്പോ ഒരുമാതിരി ആയിരിക്കും പറയണം. അത് നമുക്ക് അല്ല, ഈ പാരന്റ്സും ഈ സെക്സ് എഡ്യൂക്കേഷൻ പോലുള്ള സംഭവങ്ങള് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതും നല്ല കാര്യമാണ്. ഇത് ഈ സെക്സ് എഡ്യൂക്കേഷൻ പണ്ടത്തെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ജനറേഷനിലെ പാരന്റ്സ് ഒക്കെ മിക്കവരും
സെക്സ് എഡ്യൂക്കേഷൻ കുറച്ചെങ്കിലും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവര് ഒന്നുകൂടെ റീമാപ്പ് ചെയ്യണം അവരുടെ ഈ എന്താണ് ഇപ്പോഴത്തെ ഒരു ട്രഡീഷനോ അല്ലെങ്കിൽ കസ്റ്റമെന്നോ അങ്ങനത്തെ സാധനം ഇപ്പോഴത്തെ എന്താണ് നടക്കുന്നത് അപ്ഡേറ്റ് ആയിരിക്കും. അപ്പോഴേ കുറച്ചുകൂടെ ആൾക്കാർ പിള്ളേർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ. പണ്ടത്തെ ആ ഒരു സിലബസിൽ വെച്ച് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. അത് അപ്പൊ അത് നിങ്ങളും അപ്ഡേറ്റഡ് ആവണം. അത് പ്രോപ്പർ വേ ഉണ്ട് അത് പറഞ്ഞു കൊടുക്കാനുള്ള. അത് പഠിച്ചിട്ടൊക്കെ ചെയ്യണമായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. അല്ല യൂട്യൂബിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പുറത്തുള്ള ആൾക്കാർ എങ്ങനെയാണ് ചെയ്യണം, പുറത്തൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ നോക്കി ഒന്ന് സയന്റിഫിക്കലി ഒരു സീരീസ് ഉണ്ടായിരുന്നല്ലേ മറ്റേ സെക്സ് എഡ്യൂക്കേഷൻ. ആ സെക്സ് എഡ്യൂക്കേഷനിൽ തന്നെ അവിടെ മറ്റേ നമ്മള് പഠിച്ച സാധനമേ അല്ലല്ലോ അതില് എല്ലാ ഏരിയയും കവർ ചെയ്താണ് അവിടുത്തെ കുട്ടികളുടെ അടുത്ത് പറയുന്നത്. അപ്പൊ അതേപോലെ നമ്മൾ ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും സെക്സ് എഡ്യൂക്കേഷനെ പറ്റി, എന്താണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സംഭവിക്കുന്നതിനെ പറ്റിട്ട് പാരന്റ്സ് അപ്ഡേറ്റ് ആവണം. അത് കുട്ടികൾക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു കമ്പാഷൻ കൂടെ കാണും. അപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കും ഇതിനൊരു ശമനം ഉണ്ടാവുന്നതെന്ന് തോന്നുന്നില്ലേ? അത് അങ്ങനെ ഇതിൽ പറ്റുള്ളൂ. കാരണം ഇപ്പോഴും തന്നെ ഒരുപാട് ഇൻസ്റ്റഗ്രാമിലാവട്ടെ റീലൊക്കെ ഇപ്പൊ ഇന്ത്യൻ പോണോഗ്രാഫി തന്നെ ഭയങ്കര രീതിയിൽ കേറി ഭയങ്കര ബൂമിങ് ആണ് അല്ലേ? ബൂമിങ് ആണ്. ഇൻസ്റ്റഗ്രാമിൽ തന്നെ അതിന്റെ പരസ്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ ചില ഇൻഫ്ലുവൻസേഴ്സ് വായില് വരണ്ട ആ സാധനം ചെയ്യാറുണ്ട്. അങ്ങനത്തെ കണ്ടന്റ്സ് ഇട്ടിട്ട് അവര് ഇപ്പം അത് നമുക്ക് സ്വാഭാവികമായിട്ട് ഭയങ്കര ഇന്നസെന്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ പറയും. പക്ഷെ അവരുടെ വ്യൂസ് കിട്ടുന്നത് ഇങ്ങനത്തെ പല ട്രാപ്പിങ്ങും ചെയ്ത് അതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇരുത്തും അങ്ങ് ആൾക്കാരെ ഇരുത്തും എന്ന് മറ്റേ നമ്മളാ അക്കൗണ്ടിൽ കയറി നോക്കും. ഇപ്പൊ അക്കൗണ്ടിൽ കയറിയിട്ട് നമ്മളൊരു റീലുണ്ടല്ലോ, റീല് കണ്ടിട്ട് പെട്ടെന്ന് സ്ക്രോൾ ചെയ്യാൻ പകരം ഇതൊന്ന് അവിടെ ഒരു സ്റ്റോപ്പ് അതാണ്. അതിലൊന്നും കാണൂല ഒരു ഇൻഫർമേഷൻ, പക്ഷെ ചുമ്മാ കണ്ടോണ്ടിരിക്കും. പക്ഷെ അത് അവര് ഇന്റൻഷ്യലി ട്രാപ്പ് ചെയ്യുന്നതാണ്. മനസ്സിലായ? അപ്പോഴേ ആ ഒരു ഇൻസ്റ്റാഗ്രാമിൽ തന്നെ അതിന്റെ പ്രൊമോഷൻ, പോണോഗ്രാഫിയുടെ പ്രൊമോഷൻ, ഇത് എന്ത് മൈനേഴ്സ് കാണൂല. 18 വയസ്സായവർക്ക് ബാർഡൊന്നും അല്ല. കാരണം ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ട് എടുക്കണമെങ്കിൽ 18 വയസ്സിന് മേളിൽ പ്രായം വേണം. പക്ഷേ അതൊന്നും കാണാൻ പറ്റാത്തതൊന്നും അല്ലല്ലോ. പാരന്റൽ കൺട്രോൾ മാത്രമേ ഇതിനൊരു പ്രതിവിധിയായിട്ട് നമ്മൾ കാണുന്നുള്ളൂ. പിന്നെ ഇത് അവർക്ക് ഇത് കൊടുക്കണം, എന്താണ് അതിന്റെ ബോധവൽക്കരണം. അത് ആക്ച്വലി ഗവൺമെന്റൽ ബോഡീസ് തന്നെ പ്രോപ്പറായിട്ട് ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു എവറി മറ്റേ ഡ്രഗ് അഡിക്ഷന്റെ സമയത്തൊക്കെ അവര് ടെർമിനോളജി ഒക്കെ മറ്റേ കണ്ടുപിടിച്ച് റോഷൻ മാത്യു കണ്ടിരിക്കണ വീഡിയോയില് പറയുന്നത് 420 എന്നുള്ള ബനിയനെ കണ്ടിട്ടാണ് പുള്ളിയെല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അതേപോലെ ഇവർക്കും ഇപ്പോഴത്തെ എന്താണ് ഇവർ ഉപയോഗിക്കുന്ന ടെർമിനോളജീസ് ഉപയോഗിക്കുന്ന ഇവര് ഏതൊക്കെ ആപ്പാണ് യൂസ് ചെയ്യുന്നത്, പിന്നെ മറ്റേ ഹിഡൻ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ആപ്പുകളൊക്കെ, അതൊക്കെയാണെന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ പാരന്റ്സിന് ആദ്യം കൊടുക്കണം. അത് തന്നെ ആ ഒരു ഐഡിയ വേണം പാരന്റ്സിന്. ഇതെന്താണ് ഇപ്പൊ റോഷൻ മറ്റേ ബോധവൽക്കരിച്ച പോലെ ഇത് ഇങ്ങനെയാണ്, ഇത് ഈ ടെലിഗ്രാമിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു സാധനം റിപ്പീറ്റ്ലി എല്ലാവർക്കും കൊടുത്തിട്ട് അവര് ഒരു ആദ്യം പാരന്റ്സിന് ഒരു ബോധവൽക്കരണം കൊടുക്കണം. പിന്നെ പാരന്റ്സ് അത് വീട്ടിൽ പോയി ഓവറാക്കും പോലെ ഇരിക്കും. ഇത് കൊണ്ടുപോയി മറ്റേ ഓവറാക്കി മറ്റേ ഭയങ്കര റെസ്ട്രിക്ഷൻ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവരാ വഴിക്ക് അങ്ങ് പോകും. അപ്പൊ അതൊക്കെയാണ് ഈ ഒരു ഇഷ്യൂവിന് ഒരു പ്രതിവിധി എന്ന് നമുക്ക് തോന്നുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഒരു കാഷ്വൽ ആയിട്ട് പറയുന്നതാണെങ്കിൽ ഇത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾക്ക് ആ വീഡിയോ ഈഗിളിന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ. അതിൽ അപ്പൊ ആ കുറച്ച് സ്ക്രീൻഷോട്ട് ഒക്കെ കാണിക്കുന്നു. അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഡിസ്റ്റർബ് മനസ്സ് ഭയങ്കര ഡിസ്റ്റർബ് ആവും. അതിലെന്തോ കുറെ ഫോട്ടോസ് ഒക്കെ ബ്ലർഡ് ചെയ്താണ് കാണിക്കുന്നത്. പക്ഷെ എന്നാലും ഇങ്ങനെ എത്രത്തോളം സീരിയസ് ആണെന്ന് അത് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്. പബ്ലിക്കില് സ്വതന്ത്രമായിട്ട് നടക്കുന്ന ആൾക്കാരുടെ ഫോട്ടോസ് എടുത്ത് ഇങ്ങനെ
വൈകൃതങ്ങൾ കാണിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് എന്താണ് തോന്നുന്നത് എന്നുള്ളത് എന്തായാലും കമന്റിൽ അറിയിക്കുക. ഇതിനൊരു ഇത് വേണം, ഇത് അവയർനെസ് ഇതിപ്പം ഈഗിള് കൊടുത്തോണ്ട് ഒരുപാട് പേര് അറിഞ്ഞു. പിന്നെ ഇത് ടേക്കപ്പ് ചെയ്യണം. ഇത് എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് തന്നെ ഇത് അന്വേഷിക്കണം, മീഡിയ ടേക്കപ്പ് ചെയ്യണം. കാരണം മൈനേഴ്സിനെ ഇപ്പൊ അവരെ പിടിച്ച് അകത്തിടാനൊന്നും അല്ല, എന്നാലും അവരെ ഒന്ന് വഴി കാണിച്ചു വിടണം, റീഫോം ചെയ്യണം. അല്ലെങ്കിൽ അവര് പിന്നീട് ചാൻസസ് ഉണ്ട്, കാര്യം ഇവർക്ക് ഇനിയും ചാൻസ് ഉണ്ട്. അവർക്ക് അങ്ങനെ ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടില്ലല്ലോ, ഇനിയും ചാൻസ് ഉള്ളവര്. അതുകൊണ്ട് അത് കൊടുക്കുക, അത് പ്രോപ്പറായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ഇത് കാണുന്ന ആൾക്കാർ സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക. നിങ്ങളും ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുക, അറിയാന്നുള്ളവർക്ക് നമ്മൾ പറഞ്ഞതിനെക്കാട്ടി കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമന്റിൽ നിങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് അറിയാന്നുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നിങ്ങളും പേരന്റ് ആണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. എല്ലാം ഫ്രീഡം ഒക്കെ ഇങ്ങനെ ഫ്രീഡം എന്ന് പറയണമെങ്കിൽ അതിനൊക്കെ ഒരു 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 ലൈൻ ഉണ്ട്. നമ്മുടെ ഈ കുട്ടികളുടെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ജെന്റിൽ പാരന്റിങ് എന്ന് പറഞ്ഞ് മറ്റേ എല്ലാം അനുവദിച്ചു കൊടുക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിനും ഒരു ലിമിറ്റ് ഉണ്ട്, ഒരു ലൈൻ ഉണ്ട്. എന്തായാലും അറിയുക, ഫ്രീഡത്തിന് ഞാൻ എതിരല്ല, പക്ഷെ എന്നാലും നിങ്ങൾ അറിയുക എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. അത് ഒരു 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 കൺസൈൻസ്, എന്താ പറയാ, നമുക്കൊരു മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക. ഒരു മാനവികത, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ ബാക്കിയുള്ള സഹജീവികളും അങ്ങനെ അവർ ബുദ്ധിമുട്ടാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് മനസ്സിലാവും. അപ്പൊ അതൊക്കെയാണ് ഗൈസ്. അപ്പോൾ ഇന്റർനെറ്റിന്റെ ഒരു ഡാർക്ക് സൈഡാണ് നമ്മൾ കൂടുതലും ചർച്ച ചെയ്തത്. അതിൽ നല്ല വശങ്ങളുണ്ട്, ചീത്ത വശങ്ങൾ. അപ്പം ഈ ഡാർക്ക് സൈഡിലോട്ട് അധികം പോവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അല്ലേ? ശ്രദ്ധിക്കുക, അതിനെ കുറിച്ച് പോവാതിരിക്കുക എന്നല്ല, അതിന് അവെയർ ആവുക. അത് തെറ്റാണ് എന്നുള്ള ഒരു സാധനം ഇതല്ല ഇങ്ങനെയല്ല നമ്മുടെ ഒരു സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ കാണിക്കാനുള്ളത് എന്നുള്ള ഒരു അവയർനെസ് ഉണ്ടല്ലോ, അത് തിരിച്ചറിയണം. അല്ലെങ്കിൽ അത് വലിയ അപകടത്തിലേക്കായിരിക്കും പോകുന്നത്. അപ്പൊ എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് കുറച്ച് എന്തെങ്കിലും ഒരു ഗ്രാഹ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻപുട്ട് ഉണ്ടെങ്കിൽ അത് കമന്റിൽ അറിയിക്കുക. എന്താണ് ഈ അലാമിങ് സിറ്റുവേഷൻ ആണ് ഇതെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ കുറച്ച് ഹെൽപ്ഫുൾ ആവും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത് വേണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക, വലിയ ഉപകാരം. അല്ല, ഇത് ഇപ്പം നമ്മളെ ഇടയിൽ ഇങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മള് ഇങ്ങനെയൊക്കെ പല പെർവേഷനുള്ള ആൾക്കാരും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അത് മാത്രമല്ല, നമ്മുടെ ഈഗിളിനും ഒരു സ്പെഷ്യൽ ഇത് കൊടുക്കണം. കാര്യം പുള്ളി ഈ ഒരു സാധനം കൊണ്ടുവന്നല്ലോ, അധികം ചർച്ചയ്ക്ക് എടുക്കുന്നില്ല, എന്നാലും ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട സാധനമാണ്. ഇത് കൂടുതൽ ചർച്ചകൾ ഇതിൽ ഉണ്ടാവട്ടെ, ഇതിനൊരു കുറവുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അത് അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു എപ്പിസോഡിലൂടെ എൻഡ് ചെയ്യാണ്. പുതിയ എപ്പിസോഡിൽ കാണുന്നതിലേക്കും ബൈ.